അർച്ചന LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചിന്നുവിന് അങ്ങനെ JK കണ്ടതെന്ന് തന്നെ ദേഷ്യം വരികയാണ് കേട്ടോ. JK വന്നിട്ട് ചിന്നുവിനോട് പറയും, നാളെ കാർത്തികയല്ലേ, അതാണ് മോൾക്ക് ഇത്തിരി സ്വീറ്റ്സും കൊണ്ട് വന്നതാണ് ഞാൻ സർപ്രൈസായിട്ട് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ചിന്നുവിനും അങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. കയ്യൊക്കെ അങ്ങനെ ചുരുട്ടി പിടിക്കുകയാണ്, അടിക്കണം ദേഷ്യം പോലെയാണ് വരുന്നത്. അതേസമയം അർച്ചനയോട് പറയും, ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ എങ്ങോട്ടാണ് വരുന്നത് എന്ന്, കുഞ്ഞമാവൻ ജയിലിൽ കിടക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പോവുകയാണ്, എൻ്റെ പിന്നിൽ വന്നു പോകരുത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് ചിന്നു പോവുകയാണ് കേട്ടോ. അർച്ചനയും ചേക്കിയും എന്ത് പറ്റി, എന്താണ് ഇവൾക്ക് പറ്റിയത് എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. പിന്നീട് അർച്ചന വീട്ടിലേക്ക് വരുന്നിട്ട് ചിന്നുവിനോട് ചോദിക്കുകയാണ്, എന്താ പറ്റി മോളെ, നിനക്ക് എന്താ പറ്റി, ആ ഫോട്ടോയുടെ കാര്യമാണോ, അത് ഒരിക്കലും JK അങ്കിളല്ല ചെയ്തിരിക്കുന്നത്, നിനക്ക് JK അങ്കിളെ കുറിച്ചിട്ട് അറിയില്ലേ, അയാൾ ഒരിക്കലും ഇങ്ങനത്തെ മോശം പ്രവൃത്തി ചെയ്യില്ല, നീ എന്താണ് ഇങ്ങനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം ചിന്നു ദേഷ്യത്തോട് കൂടിയിട്ടാണ് മറുപടി പറയുന്നത്. ഓരോ മറുപടി അർച്ചനയ്ക്ക് ആകെ മൊത്തം സങ്കടം വരികയാണ് കേട്ടോ. അതെല്ലാം കേട്ടുകൊണ്ട് മഞ്ജു നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് മഞ്ജു ചന്ദ്രയെ ഫോൺ ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ കലഹം തുടങ്ങിയിട്ടുണ്ട്, എന്തായാലും ഇവിടെ കലഹം തുടങ്ങിയിട്ടുണ്ട്. അമ്മയും മകളും കൂടി സന്തോഷത്തോട് കൂടിയിട്ടാണ് പുറത്ത് പോയത്. പക്ഷേ റൂമിൽ വന്നപ്പോൾ പൊട്ടലും ചീറ്റലുമാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. തുടങ്ങിയിട്ടുണ്ട് എന്ന്. അത് മഞ്ജു ചന്ദ്രയോട് പറയുമ്പോൾ തന്നെ ചന്ദ്ര ആ ജയിലിൽ പിടിച്ചതും ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ബ്ലാക്ക് ഔട്ട് പോലെ ഇങ്ങനെ തിരിച്ച് ആലോചിക്കുകയാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് ആകെ മൊത്തം ദേഷ്യം വരികയാണ് കേട്ടോ. എൻ്റെ മഞ്ജു പറയും, എന്തായാലും ശരി, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുകയാണ്. പിന്നീട് രാത്രിയിൽ അർച്ചന കിടക്കാൻ വരികയാണ് കേട്ടോ. അവിടെ വന്ന് നോക്കുമ്പോൾ റൂമിൽ കാണില്ല. എന്താ മോളെ കിടക്കാൻ വരുന്നില്ലേ എന്ന് ചോദിക്കണം. അങ്ങനെ വന്നതും കിടക്കും കേട്ടോ. നാളെ നമുക്ക് നേരത്തെ അമ്പലത്തിലേക്ക് പോകണം എന്ന് പറയണം. എപ്പോഴാണ് നിന്നെ വിളിക്കേണ്ടത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോഴൊന്നും മിണ്ടില്ല കേട്ടോ. ജഗ്ഗിൽ വെള്ളം എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞാണല്ലോ നീ, എന്താ കൊണ്ടുവന്നില്ല എന്ന് ചോദിക്കും. അപ്പോഴൊന്നും മിണ്ടില്ല, മിണ്ടാതെ ഉറങ്ങിയ പോലെ കിടക്കുകയാണ് കേട്ടോ. ഇത് ഇവൾക്ക് എന്താ പറ്റിയത് എന്ന് അർച്ചന ഇങ്ങനെ ചിന്തിക്കുക. പിന്നീട് മുകുന്ദനും രമ്യയും കൂടി അമ്പലത്തിൽ പോയി വരികയാണ് കേട്ടോ. അവരെ കണ്ടതും അർച്ചന ചോദിക്കുക, ആ നേരത്തെ അമ്പലത്തിൽ പോയില്ലേ നിങ്ങളെല്ലാവരും ചോദിക്കും. അതെ, ഇന്ന് കാർത്തികയല്ലേ, അവിടെ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് ഞങ്ങൾ പോയി എന്ന് പറയും. ചിന്നു എവിടെ ചോദിക്കും. ചിന്നു ഞങ്ങളുടെ കൂടെ വന്നില്ലല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ രമ്യ. പിന്നെ ചിന്നു എവിടെ പോയി, ശിവക്ഷേത്രത്തിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും എന്നിങ്ങനെ പറയണം. അതേസമയം അവരാകെ മൊത്തം ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. സാധാരണ അവൾ ഫോൺ കൊണ്ടുപോകാത്താണല്ലോ അമ്പലത്തേക്ക് പോകുമ്പോൾ, ഇതെന്താ ഫോൺ കൊണ്ടുപോയിരിക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് അതേസമയം വിജയശങ്കറിനെ ഫോൺ ചെയ്യണം കേട്ടോ. വിജയശങ്കർ ചിന്നുവിന് ഫോൺ ചെയ്യുകയാണ്. മോളെ എവിടെയാണ്, മോളെ ഇന്ന് കാർത്തികയല്ലേ, അതുകൊണ്ട് ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പറഞ്ഞിട്ട് വിളിച്ചതാണ് എന്ന് പറയും. ഇന്ന് കാർത്തികയായിട്ട് അച്ഛൻ്റെ ആഗ്രഹം എന്താ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം എന്ന് പറയും. എന്നാലേ ഒന്ന് പുറത്ത് വന്ന് ഡോറ് തുറന്ന് നോക്ക് എന്ന് പറയണം കേട്ടോ. വിജയശങ്കർ പോയി ഡോറ് തുറന്ന് നോക്കുമ്പോൾ ചിന്നു ഉണ്ടാകും. വിജയശങ്കർ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതേസമയം ആര്യ അങ്ങോട്ടേക്ക് വരുവാണ്. ആ ചേച്ചി വന്നല്ലോ എന്ന് പറയും. ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അതേസമയം ചന്ദ്ര ഇതെല്ലാം കാണുന്നുണ്ട്. മോൾക്ക് എന്തായാലും റൂം ശരിയാക്കുക എന്ന് പറഞ്ഞിട്ട് വിജയശങ്കർ ആര്യ അങ്ങ് പറഞ്ഞയക്കുകയാണ് കേട്ടോ. അതിനുശേഷം എന്താ അമ്മയോട് വല്ല വഴക്കം ഉണ്ടായോ എന്ന് ചോദിക്കുകയേ ഇല്ല, ഒന്ന് ചെറുതായിട്ട് എന്ന് പറയും. കുഴപ്പമില്ല എന്ന് പറയും. അതേസമയം ആര്യ വരുമ്പോൾ ചന്ദ്ര ഇങ്ങനെ പമ്മി നിൽക്കുന്നുണ്ടാവും കേട്ടോ. എന്താ അമ്മേ ഇവിടെ പമ്മി നിൽക്കുന്നത്, ചിന്നു വരുന്നത് കണ്ടതല്ലേ, അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് വന്നത്, അമ്മയുടെ സ്വഭാവം ആദ്യം ശരിയാക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. അമ്മയല്ലേ പറഞ്ഞത് എൻ്റെ സ്വഭാവം കണ്ട അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും കാര്യം പറയുന്നത്, അത് നിൻ്റെ അച്ഛൻ കള്ളു കുടിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ കാര്യമല്ല എന്ന് പറയും. എന്തായാലും ശരി, അമ്മ എല്ലാം കണ്ടിട്ടുണ്ട്, ചിന്നു വന്നിട്ടുണ്ട്, അമ്മ ഒരു കാര്യം ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട, അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രയ്ക്കൊരു ദേഷ്യമൊക്കെ മാറുകയാണ് കേട്ടോ. അതിനുശേഷം ചന്ദ്രി ആരെയും കൂടി താഴെ ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ചിന്നുവിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ചിന്നു ഇന്ന് ഉണ്ടാവും അതോ 2 ദിവസം ഉണ്ടാവും, എന്താണ്, മോൾക്ക് റൂം ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ മോളിൽ പോയി ശരിയാക്കിയത് എന്ന് പറയണേ. ഇല്ല, ഞാൻ 2-3 ദിവസം കാണും എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ആർക്ക് കേട്ടോ, ചന്ദ്രയ്ക്ക് വെച്ചോ ഇവളിപ്പോൾ ഒരു ഭണ്ഡാരം, ഇതെന്തൊരു ഇതാണെന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം വിജയശങ്കറും അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. എന്നിട്ട് മോളോട് സംസാരിക്കണം. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അതേസമയം അർച്ചന കാണാഞ്ഞിട്ട് ചിന്നു എവിടെ പോയി എന്നറിയാതെ വേണ്ടിയിട്ട് അർച്ചനയും മുകുന്ദനും എല്ലാവരും കൂടി ഏതായാലും ശരി ചിന്നുവിനൊന്ന് ഫോൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അർച്ചന ഫോൺ ചെയ്യണം കേട്ടോ. അർച്ചന ഫോൺ ചെയ്യുമ്പോൾ റിങ് അടിക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. അത് കേൾക്കുമ്പോൾ മുകുന്ദൻ പറയും, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ ഫോൺ എടുക്കണം. അതേ സമയത്ത്
ചിന്നു വാഷ്റൂമിൽ നിന്ന് വരികയായിരിക്കുന്നുണ്ടോ, ഫോൺ കണ്ടതും വേഗം എടുക്കുകയാണ്. നീ ഇത് എവിടെയാണ് എന്ന് ചോദിക്കും. ഞാൻ എൻ്റെ അച്ഛൻ്റെ അവിടെയാണെന്ന് ധൈര്യസമേതം പറയുകയാണ് കേട്ടോ. അത് ശരി, നീ എന്താ ഒന്നും പറയാതെ പോയത് ഇത്ര രാവിലെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. മോദൻ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഞാൻ എന്തിനു പറയണം, ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് എന്ന് പറയും. ഞങ്ങളൊക്കെ എത്ര ടെൻഷൻ അടിച്ചു എന്ന് പറയണം. അതിനുശേഷം അർച്ചനയോട് ഫോൺ കൊടുക്കുകയാണ്. എന്താ മോളെ നീ ഒന്നും പറയാതെ പോയത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ അച്ഛൻ്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് എന്ന ഒരു ധാർഷ്ട്യത്തോട് കൂടിയിട്ട് ചിന്നു പറയണം കേട്ടോ. അതേസമയം നിനക്ക് നിൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്, ആ ധാരണയൊക്കെ തീരട്ടെ എന്ന് പറഞ്ഞിട്ട് അർച്ചന ഫോൺ വെക്കണം. മൂന്നും പറയുന്നുണ്ട് ഞാൻ പോയി അവളെ വിളിച്ചിട്ട് വരണേ ചോദിക്കും. വേണ്ട, അവളുടെ ദേഷ്യമൊക്കെ കഴിയട്ടെ, അതിനുശേഷം അവൾ ഫോൺ വിളിക്കുക എന്താ ചെയ്യുക എന്നിങ്ങനെ പറയണം കേട്ടോ.